നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ജിദ്ദ വിമാനത്താവളത്തിൽ ഹൃദ്യമായ സ്വീകരണം. പുതിയ ടെർമിനലിൽ ഇറങ്ങി ട്രെയിൻ വഴിയാണ് തീർത്ഥാടകരെ മക്കയിലെത്തിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഇതുവരെ ഹജ്ജിന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചത്. ആദ്യ വിമാനത്തിൽ 146 പുരുഷന്മാരും 143 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ജിദ്ദ ഹജ്ജ് ടെർമിനലിലാണ് ഇറങ്ങുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടകരെത്തുന്നത് ടെർമിനൽ 1-ലാണ്. വിമാനത്താവളത്തിൽ തീർത്ഥാടകരുടെ സേവനത്തിനായി ജിദ്ദയിലെ സന്നദ്ധ സംഘടനകളുണ്ട്. ഹജ്ജിന് അവസരം ലഭിച്ചതിലും മികച്ച സേവനങ്ങളിലുമുള്ള സന്തോഷം തീർത്ഥാടകർ പങ്കുവച്ചു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. അതിന് പഠിച്ച നമ്മുടെ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുവിനും പ്രാവശ്യം അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രാവശ്യത്തെ ഹജ്ജ് ഏറ്റവും സമാധാനപൂർവ്വം ആകാം എന്നാണ് ഇവിടെ പ്രതീക്ഷ. ടെർമിനൽ 1-ൽ ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് ഹർമൈൻ ട്രെയിൻ വഴി മക്കയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഹജ്ജ് ടെർമിനലിൽ എത്തുന്നവർ ബസ്സുകളിലാണ് മക്കയിലേക്ക് പോകുന്നത്. ഇന്നലെ വരെ 55,000-ഓളം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തി. ഇതിൽ 35,000-ഓളം തീർത്ഥാടകർ മക്കയിലും ബാക്കിയുള്ളവർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത്. കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 30 വരെയാണുള്ളത്. സൗദി എയർലൈൻസ് വഴി എത്തുന്ന തീർത്ഥാടകർക്ക് മാത്രമാണ് ടെർമിനൽ 1-ൽ ഇറങ്ങി ട്രെയിൻ വഴി മക്കയിലേക്ക് പോകാനുള്ള സൗകര്യമുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഒമാനിലെ ബൌഷറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മലയാളി ദമ്പതികൾ മരിച്ചു. കണ്ണൂർ തലശ്ശേരി 6-ാം മൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ, ഭാര്യ കെ സജിത എന്നിവരാണ് മരിച്ചത്. ബൌഷറിലെ റെസ്റ്റോറന്റിൽ പുലർച്ചെയാണ് അപകടം നടന്നത്. പാചകവാതക ചോർച്ചയെ തുടർന്നാണ് സ്ഫോടനമുണ്ടായതെന്നാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം. റെസ്റ്റോറന്റിന്റെ മുകളിലത്തെ നിലയിലാണ് പങ്കജാക്ഷനും സജിതയും താമസിച്ചിരുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. വർഷങ്ങളായി ഒമാനിൽ വിവിധ കമ്പനികളിലായി അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. കുവൈറ്റിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി മുനീറാണ് മരിച്ചത്. സൽവ പ്രദേശത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ചാണ് അപകടം. കുവൈറ്റ് KMCC തളിപ്പറമ്പ് മണ്ഡലം അംഗമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് കുവൈറ്റ് KMCC അറിയിച്ചു. അനധികൃതമായി റോഡ് മുറിച്ചു കടക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് ശക്തമാക്കി ഫുജൈറ പോലീസ്. ഇത്തരക്കാരെ കണ്ടെത്താൻ എമിറേറ്റിലുടനീളം പരിശോധന വ്യാപകമാക്കിയതായും പിടികൂടുന്നവർക്ക് പിഴ ഈടാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. നിർദ്ദിഷ്ട സ്ഥലങ്ങളിലൂടെ അല്ലാതെ റോഡ് മുറിച്ച് കടക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് ഫുജൈറ പോലീസ് കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് പ്രത്യേകമായി അനുവദിച്ച ഇടങ്ങളിൽ കൂടി അല്ലാതെ റോഡ് മുറിച്ച് കടന്നാൽ 400 ദിർഹം പിഴ ഈടാക്കും. ഇത്തരക്കാരെ പിടികൂടുന്നതിനായി പ്രത്യേക പരിശോധനകൾക്കും പോലീസ് തുടക്കമിട്ടിട്ടുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ കൂടുതൽ ലഭിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനും പോലീസ് തുടക്കമിട്ടിട്ടുണ്ട്. കാൽനട യാത്രക്കാരുടെ ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിലാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഫുജൈറ പോലീസിലെ ട്രാഫിക് ആൻഡ് പെട്രോൾ വകുപ്പ് ഡയറക്ടർ കേണൽ സാലി മുഹമ്മദ് അബ്ദുള്ള അൽ ദൻഹാനി പറഞ്ഞു. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് പൊതു ഉത്തരവാദിത്തമാണെന്നും കേണൽ അൽ ദൻഹാനി കൂട്ടിച്ചേർത്തു. അതേസമയം നിശ്ചിത സ്ഥലങ്ങളിലൂടെ കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കാത്ത വാഹന ഡ്രൈവർമാർക്ക് പിഴയും ബ്ലാക്ക് പോയിന്റുകളും ഏർപ്പെടുത്തും. കാൽനട യാത്രക്കാർക്കായി നിശ്ചയിച്ച ഭാഗങ്ങളിൽ വാഹനം പാർക്ക് ചെയ്താലും പിഴ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു. 24 ദുബായ്. കുവൈറ്റ് മുൻ പ്രവാസി PK ജമാൽ അന്തരിച്ചു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ്, കുവൈറ്റ് ഇസ്ലാം പ്രസന്റേഷൻ കമ്മിറ്റി, ഫ്രൈഡേ ഫോറം എന്നിവയുടെ സ്ഥാപകാംഗമാണ്. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയിൽ ദീർഘകാലം ഉദ്യോഗസ്ഥനായിരുന്നു. ചന്ദ്രിക ദിനപത്രം, ആഴ്ചപ്പതിപ്പ് എന്നിവയുടെ പത്രാധിപ സമിതിയിൽ അംഗവും വാരാന്ത്യപ്പതിപ്പ്, വാരിക എന്നിവയുടെ എഡിറ്റർ ഇൻ ചാർജ് എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. നിരവധി അറബിക്, ഇംഗ്ലീഷ് കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. PK ജമാലിന്റെ വിയോഗത്തിൽ കുവൈറ്റിലെ വിവിധ സംഘടനാ നേതാക്കൾ അനുശോചിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ ലിയോ 14 സ്ഥാനാരോഹണം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ ആരംഭിക്കും. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രധാന വേദിയിലേക്ക് കർദിനാൾമാരുടെ അകമ്പടിയോടെ മാർപ്പാപ്പ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. സ്ഥാനാരോഹണ ചടങ്ങിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എന്നിവരും എത്തും. വത്തിക്കാനിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രാ സേവന മേഖലയിൽ സജീവ സാന്നിധ്യമായ അറൂഹ ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായിൽ പുതിയ ലെഷർ ഡിവിഷൻ സ്റ്റോർ ആരംഭിച്ചു. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അസീൽ അലി ശിഹാബ് തങ്ങൾ
ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് ദേറയിലാണ് പുതിയ ഓഫീസ്. ട്രാവൽ മേഖലയിൽ 2008 മുതൽ ശ്രദ്ധേയ സാന്നിധ്യമായ അറൂഹ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ലെഷർ ഡിവിഷൻ സ്റ്റോർ രാജ് കലേഷ്, RJ മാത്തുക്കുട്ടി, എയർലൈൻ പ്രതിനിധികൾ, ഹോട്ടൽ പങ്കാളികൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അസീൽ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മികച്ച വിനോദയാത്രാ പാക്കേജുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും പുതിയ ലെഷർ ഡിവിഷൻ എന്ന് അധികൃതർ അറിയിച്ചു. എല്ലാവർക്കും അവരുടെ താൽപര്യത്തിനും ബജറ്റിനും അനുസരിച്ച് യാത്രകൾ നടത്താൻ കഴിയണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അറുഹ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സഹസ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ റാഷിദ് അബ്ബാസ് പറഞ്ഞു. അരുഹ ഇപ്പോൾ 16 വർഷത്തിലേക്ക് കടക്കുകയാണ്. 15 വർഷം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിപ്പോൾ 16ാമത്തെ വർഷത്തിലാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമ്മളൊരു ലെഷർ ഡിവിഷൻ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഭാഗമാണ്. ലെഷർ എന്ന് പറയുന്നത് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ടൂറുകളും ഒക്കെ ആണ് ഞങ്ങളിതിൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൂയിസുകൾ, അതേപോലെ എക്സ്ക്ലൂസീവായ ചില ടൂറുകൾ, അത് ഞാനും എൻ്റെ കൊളീഗ് റിഷാലും ഞങ്ങൾ തന്നെ യാത്ര ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാകുന്ന ചില ഐറ്റനറികൾ എക്സ്ക്ലൂസീവായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അരുഹ ലെഷർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദിത്തത്തോടെ പുതിയ ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുത്ത് ആഗോള സേവന ദാതാക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തി കൂടുതൽ മികച്ച വിലയും സേവനവും ഉറപ്പാക്കുമെന്ന് അറുഹ ലെഷറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിഷാൽ മുഹമ്മദ് പറഞ്ഞു. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ കുറച്ച് യുണീക്കായിട്ട് ചെയ്യാം. മറ്റുള്ളവർ ചെയ്യുന്ന അതേ സാധനങ്ങൾ കോപ്പി ചെയ്യാതെ കുറച്ച് യുണീക്കായിട്ട് അവർ വന്ന് പറയാണ് എനിക്ക് ഇന്നത് വേണം. അപ്പോൾ അതിൽ നോ പറയാതെ അതിന് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് അതെങ്ങനെ നമുക്ക് ആക്ച്വലി അവരുടെ ഒരു വിഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ട്സുകളാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. യാത്രക്കാർക്ക് വിസ നടപടിക്രമങ്ങൾ സുഗമവും ഫലപ്രദവുമാക്കാൻ പ്രത്യേക സഹായ വിഭാഗവും പുതിയ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 24 ദുബായ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. കോൺഗ്രസിൽ നിന്ന് അമർ സിംഗ്, ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, ആനന്ദ് ശർമ്മ എന്നിവർ മാത്രം പട്ടികയിൽ. ഡോക്ടർ ശശി തരൂർ MP നയിക്കുന്ന സംഘം US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ രാജ്യങ്ങൾ സന്ദർശിക്കും. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളിൽ ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രം. ഡോക്ടർ ശശി തരൂർ MPയെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് കോൺഗ്രസിന്റെ പട്ടിക അവഗണിച്ച്. പ്രതിനിധി സംഘത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂവെന്നാണ് കോൺഗ്രസ് നിലപാട് തള്ളി ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിലേക്ക് പ്രതീക്ഷിച്ച പേര് തന്നെയാണ് തരൂരിൻ്റേത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രവൃത്തി പരിചയം, ലോക നേതാക്കളുമായുള്ള ബന്ധം, അങ്ങനെ തരൂരിനെ യോഗ്യനാക്കുന്ന ഘടകങ്ങളേറെ. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിലെ ആദ്യ പേരും തരൂരിൻ്റേത് തന്നെ. കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരുകളിൽ പക്ഷേ തരൂർ ഉണ്ടായിരുന്നില്ലെന്ന് ജയറാം രമേശ് വെളിപ്പെടുത്തിയത് വിവാദമായി. പാർട്ടിക്കും തരൂരിനുമിടയിൽ സമീപകാലത്തുണ്ടായ ഭിന്നത മറ നീക്കുന്നതായി ആ വെളിപ്പെടുത്തൽ. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജാ ബ്രാർ എന്നീ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. ഈ പട്ടിക തഴഞ്ഞ് കോൺഗ്രസ് അംഗമായി തരൂരിനെ കേന്ദ്രം തെരഞ്ഞെടുത്തത് നീതികേടെന്ന് പറയുകയാണ് ജയറാം രമേശ്. പാർട്ടി അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരെന്നും തരൂരിന് പരോക്ഷ മുന്നറിയിപ്പ്. എന്നാൽ തരൂരാകട്ടെ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തരൂരിനെ താക്കീത് ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം പക്ഷേ തരൂർ അന്ന് നിഷേധിച്ചു. 24 ഡൽഹി. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. ആക്രമണ വിവരം സൈനിക മേധാവി ജനറൽ അസീം മുനീർ തന്നെ പുലർച്ചെ വിളിച്ചറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തി. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഷഹബാസ് ഷെരീഫ് ആവർത്തിച്ചു. മെയ് 10 പുലർച്ചെ 2:30 പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഫോൺ കോൾ. ആ ഫോൺ കോൾ കേട്ടാണ് താൻ ഉണർന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് അസീം മുനീർ പറഞ്ഞു. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ ഇന്ത്യ ആക്രമിച്ചതായി സൈനിക മേധാവി അറിയിച്ചു. വളരെ ആശങ്കയുണ്ടാക്കിയ നിമിഷമായിരുന്നു അത്. ചൈനീസ് യുദ്ധവിമാനങ്ങൾക്കെതിരെ ഇന്ത്യ പുത്തൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പാകിസ്ഥാൻ തിരികെ ഉപയോഗിച്ചത് തദ്ദേശീയ സംവിധാനങ്ങളാണെന്നും പാക് പ്രധാനമന്ത്രി. 9:10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है.
അതിരാവിലെ താൻ നീന്തുമ്പോഴായിരുന്നു സൈനിക മേധാവിയുടെ അടുത്ത ഫോൺ കോൾ. ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകി. ഇന്ത്യ വെടിനിർത്തൽ സാധ്യത തേടുകയാണെന്നും അസീം മുനീർ അറിയിച്ചു. ശത്രുക്കൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് അഭിമാനകരമായ കാര്യമാണെന്ന് താൻ സൈനിക മേധാവിയോട് പറഞ്ഞതായും ഷഹബാസ് ഷെരീഫ്. ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഭീകരതയെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വിനീത വിജി, 24, ഡൽഹി. ഇന്ത്യക്ക് വിട്ടു നൽകിയ BSF ജവാന് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ. രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നെന്ന് ജവാൻ മൊഴി നൽകി. അതേസമയം ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു ജവാന് പരിക്കേറ്റു. ഹരിയാനയിൽ ചാരവൃത്തി ആരോപിച്ച് വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തു. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് 2 IS ഭീകരരും ഇന്ന് പിടിയിലായി. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് PK ഷാ എന്ന BSF ജവാനെ പാകിസ്ഥാൻ വിട്ടു നൽകിയത്. നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ചോദ്യം ചെയ്യലിനിടെയാണ് പാക് കസ്റ്റഡിയിൽ താൻ അനുഭവിച്ച ക്രൂരത ജവാൻ പങ്കുവച്ചത്. രാത്രി വൈകുവോളം ചോദ്യം ചെയ്തു. മാനസികമായി തളർത്താൻ പാക് റേഞ്ചേഴ്സ് ശ്രമിച്ചെന്നും ജവാൻ മൊഴി നൽകി. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നിലവിൽ ജവാന് ലഭ്യമാക്കിയിട്ടുണ്ട്. ഹരിയാനയിലെ ഖൽസ കോളേജിൽ പഠിക്കുന്ന 25-കാരനെയാണ് ചാരവൃത്തി നടത്തിയതിന് പോലീസ് പിടികൂടിയത്. ദേവേന്ദ്ര സിംഗ് ദിലോൺ എന്നയാളാണ് പിടിയിലായത്. ഇയാൾ ഫേസ്ബുക്കിൽ സൈന്യത്തിന്റെ ആയുധങ്ങളുടെ ഫോട്ടോ പങ്കുവച്ചിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ സൈനിക താവളങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ പകർത്തി ഇയാൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയെന്ന് കണ്ടെത്തി. കഴിഞ്ഞ വർഷം പ്രതി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. പാക് രഹസ്യാന്വേഷണ ഏജൻസി ഇയാൾക്ക് പണം കൈമാറിയതിനും തെളിവ് കിട്ടി. പാനിപ്പത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 24-കാരനും ചാരവൃത്തിക്ക് പിടിയിലായിരുന്നു. 2023 രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ഒളിവിലായിരുന്ന 2 IS ഭീകരരെയാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് NIA പിടികൂടിയത്. പൂനെയിൽ വാടക വീട്ടിൽ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആയുധ നിർമ്മാണത്തിന് പരിശീലനവും നൽകിയവരാണ് പ്രതികൾ. ഇന്തോനേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് അറസ്റ്റ്. കേസിലാകെ 10 പ്രതികളുണ്ട്. ഭീകരപ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്താൻ വടക്കൻ കശ്മീരിൽ ജമ്മു കശ്മീർ പോലീസ് ഇന്ന് വ്യാപകമായ റെയ്ഡ് നടത്തി. പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു ജവാന് പരിക്കേറ്റ്. ദിഗ്വാർ സെക്ടറിൽ സ്ഥിരം പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം. 24, ഡൽഹി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കോഴക്കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി വിജിലൻസ്. അറസ്റ്റിലായ വിൽസൺ, മുകേഷ്, രഞ്ജിത്ത് വാര്യർ എന്നിവരെ 5 ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങി. 1-ാം പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറുമായി ചേർന്ന് പ്രതികൾ പണം തട്ടാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കേസ് അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംഘവുമുണ്ട്. 24 ബിഗ് ബ്രേക്ക്. വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിടിയിലായ പ്രതികൾ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കേസിലെ 3-ാം പ്രതി മുകേഷ് മുരളി കൊച്ചി ED യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിരവധി അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും വിജിലൻസ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മുകേഷിന്റെ 3 ബാങ്ക് പാസ്ബുക്കുകൾ പിടിച്ചെടുത്തു. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയുടെ വിലാസം തട്ടിപ്പ് സംഘത്തിന് കൈമാറിയതെന്നും വിജിലൻസ് പറഞ്ഞു. ഇയാളുടെ കൊച്ചിയിലെ ഓഫീസിൽ പരിശോധന നടത്തി. EDയുടെ പേരിൽ കൂടുതൽ തട്ടിപ്പ് നടന്നതായി പരാതി ലഭിച്ചെന്ന് വിജിലൻസ് SP S ശശിധരൻ. 3 പ്രതികളെ 5 ദിവസം കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റ് സൈബർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി നീഡ് ടൈം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സ്പെഷ്യൽ ടീം തന്നെ അന്വേഷിക്കുന്നത്. വിവിധ വിഭാഗങ്ങളായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആഴത്തിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത്. 1-ാം പ്രതിയായ ED ഉദ്യോഗസ്ഥനെ ഉടൻ ചോദ്യം ചെയ്യില്ല. ഡിജിറ്റൽ തെളിവുകൾ സമാഹരിച്ച ശേഷമാകും തുടർ നടപടി. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ വേണ്ടിയാണ് പ്രതികൾ 2 കോടി രൂപ ആവശ്യപ്പെട്ടത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സംസ്ഥാനത്തെ പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ഉത്തരവ് തിരുത്തി. എക്സൈസ് കമ്മീഷണറായി സ്ഥാനം മാറ്റിയ ADGP MR അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ചുമതലയിൽ തുടരും. ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയ ADGP മഹിപാൽ യാദവ് എക്സൈസ് കമ്മീഷണർ ചുമതലയിലും തുടരും. ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവിയായി തിരികെ ചുമതലയിലെത്തും. K. സേതുരാമൻ പോലീസ് അക്കാദമി ഡയറക്ടറായി തുടരും. P. പ്രകാശ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആകും. A. അക്ബറാണ് കോസ്റ്റൽ പോലീസ് IG. S. ശ്രീജിത്ത് IPSന് സൈബർ ഓപ്പറേഷൻസിന്റെ അധിക ചുമതലയും ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന് ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതലയും നൽകി. കോഴിക്കോട് കായക്കൊടി എള്ളിക്കാപ്പാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. രാത്രി 8 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനത്തെ തുടർന്ന് ആളുകൾ വീട് വിട്ടിറങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഞാൻ അവിടെ ഇങ്ങനെ ഇവിടുത്തെ കോനാലിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് വാർപ്പിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ തലയിലേക്ക് ഇങ്ങനെ അടിക്കും പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഒരു കനം പോലെ വന്ന്
കസേല ഇളകി. അപ്പോൾ ഇവിടുത്തെ മോള് അകത്തുനിന്ന് ഓടി വന്ന്, കാല് പൊട്ടി കിടക്കുന്ന ഒരു മോളുണ്ട്, മോളും പേടിച്ചിട്ട് ഓടി വന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ റീജ മെമ്പറെ വിളിച്ച്, മെമ്പർ വിവരം അറിയിച്ച് എല്ലാവരും വന്ന് പേടിച്ചു പോയി, നല്ലോണം പേടിച്ചു പോയി. എൻ്റെ തലേൻ്റെ ഇവിടുത്തെ വേദന ഇപ്പോൾ എനിക്ക് ഒരു പുകച്ചൽ പോലെ ഉണ്ട്, ഒരു റെഡിയായ അതിൻ്റെ ഒട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻ ദാസിന് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. തനിക്കെതിരെ ചില അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് മോശമായ പ്രചാരണമുണ്ടായെന്ന് ശ്യാമിലി പ്രതികരിച്ചു. ബെയിലിന് ജാമ്യം നൽകുന്നതിനെ ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ. എന്നാൽ ബെയിലിനും മർദ്ദനമേറ്റെന്ന വാദം പ്രതിഭാഗം ഇന്നും ആവർത്തിച്ചു. പ്രതിക്കും മുഖത്ത് പരിക്കേറ്റു. അഭിഭാഷക ഓഫീസിനുള്ളിൽ 2 ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. അതിനിടെ ബാർ അസോസിയേഷനെ വിമർശിച്ച് അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മർദ്ദനമേറ്റ ശ്യാമിലി അയച്ച ശബ്ദരേഖ പുറത്തുവന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. ഒരു കാര്യവും എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു. എന്നാൽ ഒരു ഇരയ്ക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നപ്പോഴാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ടതെന്ന് ശ്യാമിലി പ്രതികരിച്ചു. തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ എനിക്കെതിരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളെന്നല്ല, ശരിക്കും അതൊരു വിക്ടിം ബ്ലെയിമിംഗ് ആയിരുന്നു. അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്കായത്. ജാമ്യാപേക്ഷയിൽ തീരുമാനമാകാത്തതോടെ ബെയിലിൻ ജയിലിൽ തുടരും. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളിയിൽ ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാവിനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി. കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയത്. അനൂസിന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങി. വൈകുന്നേരം 4 മണി. ആദ്യം 2 പേർ ബൈക്കിലെത്തി, പിന്നാലെ കാറിലൊരു സംഘം. ആയുധങ്ങളുമായി എത്തിയ ഇവർ ആദ്യം അനൂസ് റോഷന്റെ പിതാവിനെ കാറിൽ ബലം പ്രയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ച അനൂസിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി. 8604 വണ്ടി വീട്ടിലേക്ക് റിവേഴ്സ് എടുത്ത് വരികയും അവരെന്നെ കയ്യിൽ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റാൻ ശ്രമിച്ചപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയ മകൻ വീട്ടിലേക്ക് ഓടി വരികയും ഞങ്ങൾ ഒന്നിച്ച് കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ വിട്ട് അവനെ പിടിച്ച് കയറ്റുകയും ഞങ്ങൾ വണ്ടി തടയാൻ ശ്രമിച്ച സമയത്ത് ജീവൻ പണയപ്പെടുത്തി തടയാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെ വലിച്ചു മാറ്റിയിട്ട് അവർ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. മൂത്ത മകൻ അജ്മൽ റോഷൻ വിദേശത്തായിരുന്നപ്പോഴുള്ള സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. എന്താണ് വിദേശത്തുള്ള മകനുമായിട്ടുള്ള ഒരു എന്തോ പൈസൻ്റെ ഇതാണ്, ഓൽക്കെന്തോ കൊടുക്കാനായിട്ടുള്ള പൈസൻ്റെ ഇതിനാണ്. കൊടുക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ സാവകാശം വേണമെന്നേ പറഞ്ഞുള്ളൂ. പൈസ കൊടുക്കാൻ സാവകാശം വേണമെന്ന് പറഞ്ഞേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച 2 അംഗ സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിദേശത്തായിരുന്ന അജ്മൽ 1 മാസം മുൻപ് നാട്ടിലെത്തി. പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് കുടുംബത്തിനറിയില്ല. സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന കത്തി വീടിന്റെ മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ പോലീസ് അന്വേഷണം. 24 കോഴിക്കോട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് സ്ഥാനമൊഴിഞ്ഞൊഴിവിലാണ് നിയമനം. വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുമെന്നും എ പ്രദീപ് കുമാർ പ്രതികരിച്ചു. 1 മാസമായി ഒഴിഞ്ഞുകിടന്നിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരിക്കലും എ പ്രദീപ് കുമാറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിർദ്ദേശിച്ചത്. ഇന്നലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി നൽകി. 2 തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആയിരുന്ന പ്രദീപ് കുമാർ പാർട്ടി സംസ്ഥാന സമിതി അംഗവുമാണ്. പ്രൈവറ്റ് സെക്രട്ടറി എന്നത് സ്ഥാനലബ്ധിയല്ല, ചുമതലയാണെന്ന് പ്രദീപ് കുമാർ പ്രതികരിച്ചു. ഇന്ന് ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലി ഉത്തരവായി വന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഏൽപ്പിക്കുന്ന ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ രീതി. ഏത് ചുമതല ഏൽപ്പിച്ചാലും സർക്കാരിന്റെ അവസാന വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജനകീയമാക്കുക എന്നതാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിന് പിന്നിലെ ലക്ഷ്യം.
സൗമ്യനും മികച്ച സംഘാടകനും ജനകീയനുമായ പ്രദീപ് കുമാർ ജനപ്രതിനിധി എന്ന നിലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ്. CPIM-ൽ വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ എതിർചേരിയിലുള്ള നേതാവായിരുന്നു പ്രദീപ് കുമാർ. 2005 മലപ്പുറം സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ VS പക്ഷത്തു നിന്ന് മത്സരിച്ചിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും ഒക്ടോബറിൽ കേരളത്തിലെത്തില്ല. ടീമുമായി അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ട മത്സരങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. എന്നാൽ ഇതിന് പിന്നാലെ കായികമന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനും അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന അവകാശവാദം ആവർത്തിച്ചു. അർജന്റീന ടീമുമായി അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റൺ എഡ്യൂളാണ് സൗഹൃദ മത്സരങ്ങളുടെ വിവരം പുറത്തുവിട്ടത്. കേരളത്തിൽ കളിക്കുമെന്ന് നേരത്തെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ വിൻഡോയിൽ അർജന്റീനയുടെ മത്സരം ചൈനയിലാണ്. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ പണം നൽകാത്തതാണ് കേരളത്തിലേക്കുള്ള വരവ് മുടങ്ങാൻ കാരണമെന്നായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ആദ്യം പറഞ്ഞത്. സർക്കാരിന്റെ പണം കൊണ്ടല്ല അത്തരം ടീമുകൾ കൊണ്ടുവരാൻ കഴിയുക. ഇതിന്റെ ഭാഗമായി നമ്മൾ സ്പോൺസർമാരെ ക്ഷണിച്ചു. അതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് അവർ ഇതിന് തയ്യാറായത്, സ്പോൺസർഷിപ്പിന്. ഇതിന്റെ ഭാഗമായി അർജന്റീനയുമായി കരാർ ഒപ്പിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. പിന്നാലെ വിശദീകരണവുമായി സ്പോൺസറായ റിപ്പോർട്ടർ ചാനൽ ഉടമയും രംഗത്ത്. തീയതി അർജന്റീന ടീം തീരുമാനിച്ചാൽ പണം നൽകുമെന്ന് ആന്റോ അഗസ്റ്റിൻ. ഇത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല. അത് തീരുമാനിക്കേണ്ട AFA ആണ്. ഇന്ത്യയിൽ കളിക്കണോ കളിക്കേണ്ടയോ തീരുമാനിക്കേണ്ടത് AFA ആണ്. റിപ്പോർട്ടർ TV എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും. അതിനൊരു പ്രശ്നം ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മെസ്സിയുടെയും അർജന്റീനയുടെയും വരവിൽ ആശങ്ക കനത്തതോടെ രാവിലെ പറഞ്ഞത് മന്ത്രി തിരുത്തി. അർജന്റീനയുമായി ഗവൺമെന്റ് നല്ല ബന്ധത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്പോൺസർ ഇപ്പോൾ നിങ്ങൾ അറിയിച്ചെന്ന് പറഞ്ഞു പണം കൊടുത്തു. അദ്ദേഹം പണം അടച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തും, കളിക്കും. നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവിന് പണമടയ്ക്കാൻ അവർ കുറഞ്ഞത് 3 തവണയെങ്കിലും ആവശ്യപ്പെട്ടതായാണ് വിവരം. ആവർത്തിച്ചുള്ള ആവശ്യം പരിഗണിക്കാതെ വന്നപ്പോഴാണ് ഒക്ടോബറിൽ മറ്റു സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ അർജന്റീന ടീം തയ്യാറായത്. 24 തിരുവനന്തപുരം. IPL-ൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. ജയം അനിവാര്യമായ ബംഗളൂരുവിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതാണ് കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായത്. കനത്ത മഴ മൂലം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ടോസ് പോലും ഇടാനായില്ല. അതേസമയം RCB 17 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നതിനൊപ്പം പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.